ഹലോ കൂട്ടുകാരെ, ഏവർക്കും ബാസ് പ്ലസൻസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സെഷനാണ് ഈ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിൻ്റെ അനാലിസിസ് അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇത്തവണ നമ്മൾ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ടെൻസിൻ്റെ രൂപങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ പാസീവ് വോയിസ്, ഇതിൻ്റെയൊക്കെ എക്സസൈസുകൾ നിങ്ങൾക്ക് അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിൽ ആക്ടിവിറ്റി 7 വരുന്നുണ്ട്. അതിനെ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള എക്സാമ്പിളുകളോടുകൂടി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്, +1 +2 ഇംഗ്ലീഷ് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രാമർ ക്ലാസ്സിൻ്റെ ഒരു ഫസ്റ്റ് സെഷനാണ് ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് പൂർണ്ണമായും കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ തുടർന്ന് ക്ലാസ്സുകൾ ആഗ്രഹമുണ്ടെങ്കിൽ ആ വിവരം നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ തുടർന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അത് നിങ്ങളുടെ അഭിപ്രായത്തിന് വിടുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഡിസ്കഷനിലേക്ക് നീങ്ങാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എക്സാമ്പിളുകളൊന്ന് വായിച്ച് നോക്കുക. Fill in the blanks, choosing the right option from the brackets. ഇതൊന്ന് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് ചോയ്സ് ആൻസറുകൾ ബ്രാക്കറ്റിലുണ്ട്. നിങ്ങളുടെ ആൻസറുകൾ നിങ്ങളൊന്ന് നോട്ടിലേക്ക് കുറിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഒന്ന് അസസ് ചെയ്യാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടി ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിലെ ടെൻസുകളുടെ ഓരോ സെൻറ്റൻസ് സ്ട്രക്ചറുകളും എടുത്ത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് എന്താണ്, സിമ്പിൾ പാസ്റ്റ് എന്താണ്, സിമ്പിൾ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് ഫോമുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസുകൾ ഉണ്ട്, പ്രസൻറ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഒക്കെ. ഇത്തരത്തിൽ നമുക്ക് ഓരോന്നും എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത്തരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് +1 +2 ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് കേൾക്കുന്ന മുറക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ കൂടി ഇതോടൊപ്പം തയ്യാറാക്കി മുന്നോട്ട് പോവാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? അനുപമ ഡാഷ് ഗോ വെൻറ്റ് ഗോയിങ് ടു ലുലു മാൾ യെസ്റ്റർഡേ. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ആൻസർ ഇപ്പോൾ എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അർത്ഥം എന്താണ്? അനുപമ ഇന്നലെ ലുലു മാളിലേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നലെ എന്നായതുകൊണ്ട് നമുക്കറിയാം പോയി എന്നായിരിക്കും. അലൻ ഡാഷ് ബ്രാക്കറ്റിൽ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. വാഷ്ഡ്, വാഷിംഗ്, വാസ് വാഷിംഗ് his clothes when Anandu went to meet him. അനന്തു അലനെ കാണാൻ വേണ്ടി പോയപ്പോൾ അലൻ ഡാഷ്, അലൻ എന്തോ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുകയായിരുന്നു അല്ലേ? ഡ്രസ്സ് വാഷ് ചെയ്യായിരുന്നു. ഇനി അതിന് ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. അടുത്തത് ആരതി ഡാഷ് ബ്രാക്കറ്റിൽ വാസ് പാസിംഗ്, പാസ്ഡ്, പാസ്. SSLC എക്സാമിനേഷൻ ഇൻ 2018. ആരതി 2018 SSLC എക്സാമിനേഷൻ. പാസ് എന്നുള്ളതിൻ്റെ ഏത് വെർബ് ഫോമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഒരു ആൻസർ ആദ്യം നിങ്ങൾ എഴുതി വെക്കുക. ഇനി നമുക്ക് ആൻസറിലേക്ക് നീങ്ങാം. ഒന്നാമത്തതിൻ്റെ ആൻസർ എന്താണ്? വെൻറ്റ് എന്നാണ്. എന്തുകൊണ്ടാണ് വെൻറ്റ് എന്നുള്ള ആൻസർ വന്നത്? ഇന്നലെ നടന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു അല്ലേ? ഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഒരു ഇത്തരത്തിലുള്ള ടെൻസ് പഠിക്കണമെങ്കിൽ ഇതിനെ ഗ്രാമാറ്റിക്കലി സ്പീക്കിംഗ് അവിടെ വരുന്ന അർത്ഥം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഗോ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ അർത്ഥം എഴുതി വെക്കുക. അർത്ഥം എഴുതാപ്പോൾ നിങ്ങളോട് പറയണം. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? പോകുക എന്നാണ് എഴുതി വെക്കുക. വെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഫോമാണ്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ വെൻറ്റ് എന്നുള്ളത് സെക്കൻഡ് ഫോമാണ്, പാസ്റ്റ് ടെൻസ് ഫോമാണ്. ഗോൺ, GONE, ഗോൺ എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബാണ്. നമ്മൾ ഗ്രാമറിലെ ക്ലാസ്സുകളിൽ V3 എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. V1, V2, V3 വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ്,
തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്നുള്ള അർത്ഥത്തിൽ V1, V2, V3 എന്ന് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ക്ലാസ്സുകളിലും അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നാൽ മനസ്സിലാക്കുക വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, സെക്കൻഡ് ഫോമാണ്, തേർഡ് ഫോമാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ടുള്ളൊരു ഗ്രാമർ സെഷനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഗ്രാമറിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സിൻ്റെ ഉപയോഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്തവർ ഉദ്ദേശിച്ചിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അനുപമ ഇന്നലെ പോയി എന്നാണ്. അപ്പോൾ ഇന്നലെ പോയി എന്ന അർത്ഥം കിട്ടണമെങ്കിൽ വെൻ്റ് എന്ന് വേണം. അപ്പോൾ പാസ്റ്റ് ടെൻസാന്ന് മനസ്സിലായി അല്ലേ? നമ്മൾ ടെൻസുകളെ കുറിച്ച് പൊതുവേ കേട്ടിട്ടുണ്ട് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നുള്ളത്. പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറയാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിലുള്ളത് എന്നും ആണ് അർത്ഥം. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇനി രണ്ടാമത്തേതിൽ എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ആൻസർ എന്താണ്? അനന്തു അലനെ കാണാൻ പോയപ്പോൾ അലൻ എന്താണ്? അലൻ എന്തോ ചെയ്തു എന്നാണോ, അതോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ? എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എന്താ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്? അനന്തു അവനെ കാണാൻ പോയപ്പോൾ അലൻ വാഷ്ഡ് എന്ന് പറയുമോ? എന്താണ് അലൻ വാഷ്ഡ് പറഞ്ഞാൽ? അലൻ വസ്ത്രം അലക്കി. അനന്ത് കാണാൻ ചെന്നപ്പോൾ വസ്ത്രം അലക്കി എന്ന് പറയുമോ? ഇല്ല. അനന്ത് കാണാൻ ചെന്നപ്പോൾ വസ്ത്രം അലക്കുകയായിരുന്നു എന്നാണ് പറയുക അല്ലേ? അപ്പോൾ അവിടെ പാസ്റ്റിലെ ഒരു കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ വേണം ആൻസർ എഴുതാൻ. അപ്പോൾ വാഷിംഗ് എന്ന് പറഞ്ഞാൽ അലക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാം. പക്ഷെ അത് പാസ്റ്റിലാണ് എന്നുള്ള സെൻസ് അവിടെ വരുന്നില്ല. അത് മാത്രമല്ല, വെറും വാഷിംഗ് എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ടുള്ള അലൻ്റെ കൂടെ ഉപയോഗിക്കില്ല. വാഷിംഗ് എന്നുള്ളതിൻ്റെ കൂടെ ഒരു ബി ഫോം, BEയുടെ വ്യത്യസ്ത ഫോമുകൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കൽ ആവശ്യമാണ്. അപ്പോൾ എന്താണ് ബി ഫോം എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് നിങ്ങളുടെ ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ഗ്രാമർ പുസ്തകങ്ങളിലോ ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. അറിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ബി ഫോമാണ് ഈസ്, ആം, ആറ്, വാസ്, വേർ, ബി, ബീങ്, ബീൻ എന്നുള്ള 8 ഫോമുകൾ. ഇതിലേതെങ്കിലും ഒന്ന് ഇങ്ങനെ ING ഫോമായിട്ടുള്ള വെർബിൻ്റെ കൂടെ വേണം എന്ന് ഇംഗ്ലീഷിലെ നിയമമാണ്. അപ്പോൾ ഇവിടെ വാസ് വാഷിംഗ് എന്നുള്ളതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് നമ്മൾ അതിന് ഗ്രാമാറ്റിക്കൽ ടേം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പറയുക, വാസ് വാഷിംഗ് എന്നുള്ളത്. ഇനി അടുത്ത എക്സാമ്പിൾ എന്താണ്? ആരതി ഡാഷ് SSLC എക്സാമിനേഷൻ ഇൻ 2018. 2018 SLC എക്സാമിനേഷൻ. ആരതി ഡാഷ് വിജയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ വിജയിച്ചു, അല്ലെങ്കിൽ വിജയിക്കുന്നു, അല്ലെങ്കിൽ വിജയിക്കുക. ഇങ്ങനെ ഇതിൽ എന്തായിരിക്കും വരിക? വിജയിച്ചു എന്നാവും അല്ലേ? അപ്പോൾ വിജയിച്ചു എന്ന് പറയാൻ, ജയിച്ചു എന്ന് പറയാനുള്ള ഇംഗ്ലീഷ് വേർഡ് എന്താണ്? പാസ്റ്റ് എന്ന് മാത്രം മതി. വാസ് പാസിംഗ് എന്ന് പറഞ്ഞാൽ വിജയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ അർത്ഥം വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രയോഗം ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം. അർത്ഥം വെക്കുമ്പോൾ അങ്ങനെയൊക്കെ വെക്കേണ്ടി വരും. പാസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിലെ ഒരു ബേസ് ഫോമാണത്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് നടന്നതാണ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് എന്നുള്ളത് വെർബിൻ്റെ സെക്കൻഡ് ഫോം ഓഫ് ദി വെർബാണ്. V2 ആണ്. ഫസ്റ്റ് എക്സാമ്പിളിലും ലാസ്റ്റ് എക്സാമ്പിളിലും വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്തത്. രണ്ടിലും ഒരു പ്രത്യേക സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. യെസ്റ്റർഡേ, ഇന്നലെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ എക്സാമ്പിളിൽ 2018 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രത്യേകം ഇന്ന സമയത്ത് ഒരു കാര്യം പാസ്റ്റിൽ നടന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, ഇപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിളിൽ സബ്ജക്റ്റ് ഏതാണ്? അനുപമ. രണ്ടാമത്തതിൽ അലൻ. മൂന്നാമത്തതിൽ ആരതി. അപ്പോൾ ഈ സബ്ജക്റ്റ് പ്ലസ് V2 അതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ രൂപം. കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക സമയത്ത് ഒരു കാര്യം നടന്നു, സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ടെൻസാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എന്നാൽ രണ്ടാമത്തെ എക്സാമ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങൾക്കുള്ള എക്സസൈസിന് ആൻസർ ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള എക്സാമ്പിൾസും ഡിസ്കഷനുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഗ്രാമറിൻ്റെ മുഴുവൻ ബേസിക്സ് ഒരു തല മുതൽ ഒരു തല വരെ പറയുന്ന രീതിയിലുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഗ്രാമർ ക്ലാസ്, ലാംഗ്വേജ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഴുതിയെടുക്കേണ്ടവർക്ക് ഒന്ന് എഴുതിയെടുക്കാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാണാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത്
നിങ്ങളോട് ആൻസർ കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യന് നിങ്ങളുടെ ഒരു ആൻസർ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് മാർക്ക് ചെയ്തിടുകയും ചെയ്യുക. ഫോർ എക്സാമ്പിൾ, തോമസ് എഡിസൺ ഡാഷ് വർക്ക് ഓൺ ദി റെയിൽവേ വെൻ ഹി വാസ് 12. 12 വയസ്സുള്ളപ്പോൾ തന്നെ തോമസ് എഡിസൺ റെയിൽവേയിൽ ജോലി ചെയ്യാൻ തുടങ്ങി എന്നാണ് അർത്ഥം വരേണ്ടത്. അപ്പോൾ തുടങ്ങി എന്നുള്ളതിനുള്ള ഇതിലെ വാക്ക് എന്തായിരിക്കും? സ്റ്റാർട്ടിങ് എന്നായിരിക്കുമോ? സ്റ്റാർട്ടിഡ് എന്നായിരിക്കുമോ? സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ള ഒരു സെൻസാണ് വരിക. പിന്നെ ഞാൻ പറഞ്ഞു ING ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബി ഫോം അതിൻ്റെ മുമ്പിൽ വരണം. ഈസ്, ആം, ആർ, വാസ്, വേറെ, ബി, ബീങ്, ബീൻ ഏതെങ്കിലും ഒന്ന് വരണം. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ അല്ല താനും. ഈ ചോയ്സ് നമ്മളോട് ബ്രാക്കറ്റിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? സ്റ്റാർട്ടിഡ് അല്ലേ? യെസ്. അപ്പോൾ തോമസ് എഡിസൺ. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് നിങ്ങളുടെ ആൻസറുകളൊന്ന് മാർക്ക് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗം കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയുന്ന ആൻസറും നിങ്ങളിപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ടെൻസിൻ്റെ സിമ്പിൾ പാസ്, പാസ് കണ്ടിന്യൂസൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇത് കേട്ട ശേഷം നിങ്ങളിത് ആൻസർ ചെയ്ത് പിന്നീട് വീണ്ടും നിങ്ങളിതിൻ്റെ ബാക്കി ക്ലാസ് എൻ്റെ വീഡിയോ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ശരിക്കും പഠിയും. കാരണം തെറ്റ് വന്നതൊക്കെ നിങ്ങൾക്ക് തിരുത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്വന്തം ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ചെയ്യാം. സെല്ലിംഗ് ന്യൂസ്. അപ്പോൾ വർക്ക് ഓൺ ദ റെയിൽവേ വെൻ ഹി വാസ് 12 സെല്ലിംഗ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് സ്നാക്സ്. അങ്ങനെയാണ് റെയിൽവേയിൽ ജോലി തുടങ്ങിയത്. ദെയർ വെയർ ലോങ് പീരീഡ്സ്. ഇനി നിങ്ങൾക്ക് എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, സെൻറ്റൻസ് വായിച്ചിട്ട് ഇത് കഴിഞ്ഞ കാലത്ത് നടന്നതാണോ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണോ, ഭാവിയിൽ നടക്കാൻ പോകുന്നതാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾ ആദ്യം മനസ്സിൽ കുറിച്ചിട്ടിട്ട് വേണം നിങ്ങളുടെ ആൻസർ അപ്രോച്ച് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ തന്ന പാരഗ്രാഫിനെ വായിക്കുമ്പോൾ ഇതിൻ്റെ ടെൻസ് എന്താണ്, പാസ്റ്റ് ആണോ, പ്രസൻ്റ് ആണോ, ഫ്യൂച്ചർ ആണോ എന്നുള്ളൊരു ധാരണ ആദ്യം ഫോം ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനെ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ദെയർ വെയർ ലോങ് പീരീഡ്സ് വിത്ത് നത്തിങ് ഫോർ ഹിം ടു ഡു. ദെയർ വെയർ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണല്ലേ. എന്താണ്? ഒരുപാട് സമയം അവൻ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഹി ഡാഷ്, അവൻ എന്ത് ചെയ്തു? ഡാഷ് ഹിംസെൽഫ് എ ലിറ്റിൽ ലാബറട്ടറി ഇൻ ദ ലഗേജ് വാൻ where he could carry out experiments when he dash things to passengers. ഓൻ അവിടെ ഒരു ചെറിയ ലാബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ ആൻസർ നോക്കി വെക്കുക. എന്താണ് ഉത്തരം? ബിൽറ്റ് ഹിംസെൽഫ് എ ലിറ്റിൽ ലാബറട്ടറി ഇൻ ദ ലഗേജ് വാൻ where he could carry out experiments when he dash. എപ്പോഴാണ് അതിന് സമയം കിട്ടുക? ഒഴിഞ്ഞിരിക്കുമ്പോൾ, ഒന്നും ചെയ്യാത്ത സമയത്ത് അല്ലേ? അപ്പോൾ അവനൊന്നും ചെയ്യാത്ത സമയത്ത് ഇത്തരം കാര്യങ്ങൾ ലാബിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബ് സെറ്റ് ചെയ്തു, ലാബ് നിർമ്മിച്ചു. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഉത്തരം? വെൻ ഹി വാസിൻ്റെ സെല്ലിങ്, ഒന്നും വിൽക്കാതിരിക്കുന്ന സമയത്ത് അവന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. അനദർ വേ ദാറ്റ് ഹി ഡാഷ് ഹിംസെൽഫ് വാസ് ബൈങ് റീഡിങ്. മറ്റൊന്ന് സമയം എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി അവൻ ചെയ്തിരുന്നത് എന്തായിരുന്നു? അനദർ വേ ദാറ്റ് ഹി ഡാഷ് ഹിംസെൽഫ്, അവൻ സ്വയം എൻഗേജ്ഡ് ആയി എന്തിൽ? റീഡിങ്ങിൽ. അപ്പോൾ ഇവിടെ ഒക്യുപ്പൈ എന്നാണോ വാസ് ഒക്യുപ്പൈ എന്നാണോ? ഒക്യുപ്പൈഡ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹി ജോയിൻഡ് എ ലൈബ്രറി ആൻഡ് ഡാഷ് എവറി സിംഗിൾ ബുക്ക് ഇൻ ഇറ്റ്. അപ്പോൾ ലൈബ്രറിയിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തു? അവിടെയുള്ള മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു എന്നല്ല അർത്ഥം വരേണ്ടത്. അപ്പം എന്താണ്? റെഡ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും ഇതിൻ്റെ ആൻസർ പോകുന്ന പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. ഒക്കെ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ പറയുന്ന പോലെയാണ് ഇപ്പോൾ ഇതിലുള്ളത് അല്ലേ? വൺ ഡേ വെൻ ഹി ഡാഷ് അറ്റ് എ സ്റ്റേഷൻ ഹി ഡാഷ് എ സ്മോൾ ബോയ് ഹു ഡാഷ് ബൈ ദ ട്രാക്ക് അൺഅവെയർ ദാറ്റ് ദ ട്രെയിൻ ഡാഷ് ഫുൾ സ്റ്റോപ്പ്. എന്താണ്? ഒരു ദിവസം വെൻ ഹി, അവൻ, വെയിറ്റഡ് എന്നായിരിക്കോ വാസ് വെയിറ്റിംഗ് എന്നായിരിക്കോ? കാത്തു നിൽക്കുമ്പോൾ
അപ്പോൾ എന്നുള്ളൊരു അർത്ഥമല്ലേ. അപ്പം എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നൊരു സെൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? കണ്ടിന്യൂസ് ടെൻസ് വേണം. കാത്തു നിന്നു എന്നാണെങ്കിൽ വെയിറ്റഡ് എന്ന് മതി. കാത്തു നിൽക്കുകയായിരുന്നു അല്ല കാത്തു നിൽക്കുമ്പോൾ എന്നർത്ഥം കിട്ടണമെങ്കിൽ വാസ് വെയിറ്റിംഗ് അറ്റ് എ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഹീ ഡാഷ് അവന് നോട്ടീസ്ഡ് പറഞ്ഞാൽ ശ്രദ്ധിച്ചു. വാസ് നോട്ടീസിങ് തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ എന്തായിരിക്കും? ഒരു ചെറിയ കുട്ടിയെ ശ്രദ്ധിക്കുകയായിരുന്നു നമ്മൾ പറയുമല്ലേ, ശ്രദ്ധിച്ചു. ഹൂ ആ കുട്ടി ഡാഷ് പ്ലേയിഡ് വാസ് പ്ലേയിങ് ട്രാക്കിൻ്റെ സൈഡിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരിക്കും? ഇതിൻ്റെ ബാക്കി കൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അൺഅവെയർ ദാറ്റ് ദ ട്രെയിൻ വാസ് അപ്രോച്ചിങ് ഓർ അപ്രോച്ച്ഡ്. എന്താണ്? ട്രെയിന് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാതെ അവൻ എന്ത് ചെയ്യായിരുന്നു? അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ട്രെയിൻ അപ്രോച്ച് ചെയ്യുകയായിരുന്നു എന്നുള്ളതിനൊക്കെ എന്ത് വേണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടേക്ക് ആൻസർ എന്താണ്? വാസ് പ്ലേയിങ്, വാസ് അപ്രോച്ചിങ്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ? ഇതിങ്ങനെ വിശദീകരിച്ച് പറയുന്നത് ടെൻസിനെ കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ഒരു ആൻസർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഒക്കെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എഡിസൺ ഡാഷ് റാൻ വാസ് റണ്ണിങ് ഔട്ട് ആൻഡ് ഡാഷ് ഗ്രാബ്ഡ് വാസ് ഗ്രാബിങ് ദ ചൈൽഡ് ജസ്റ്റ് ഇൻ ടൈം. എന്തായിരിക്കും? എഡിസൺ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവനെ പിടിച്ചു മാറ്റുകയായിരുന്നു എന്ന് പറയോ? ഇല്ല, ഓടിച്ചെന്ന് പിടിച്ചു മാറ്റി അല്ലേ എഡിസൺ. അപ്പം എന്തായിരിക്കും ഉത്തരം? റാൻ ഒന്നാമത്തെ ഉത്തരം. നെക്സ്റ്റ് വൺ ഗ്രാബ്ഡ് ദ ചൈൽഡ് ജസ്റ്റ് ഇൻ ടൈം. നെക്സ്റ്റ് എന്താണ്? ദ ചൈൽഡ്സ് ഫാദർ വാസ് സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഹി ഡാഷ്. ചൈൽഡിൻ്റെ ആ കുട്ടിയുടെ അച്ഛന് അവനോട് വളരെയധികം നന്ദി തോന്നി. എന്നിട്ട് എന്ത് ചെയ്തു? ഹി ഡാഷ് ഓഫേർഡ് വാസ് ഓഫറിങ് വാഗ്ദാനം ചെയ്തു, വാഗ്ദാനം ചെയ്യുകയായിരുന്നു. എന്തായിരിക്കും? വാഗ്ദാനം ചെയ്തു. ടു ടീച്ച് എഡിസൺ ടു ബി എ ടെലിഗ്രാഫ് ഓപ്പറേറ്റർ. ടെലിഗ്രാഫ് ഓപ്പറേറ്റർ ആവാനുള്ളത് പഠിക്കാനുള്ള സഹായം ചെയ്യാമെന്ന് ഏറ്റു. ആഫ്റ്റർ എ ഇയർ ഹി വാസ് ഗുഡ് ഇനഫ് ടു ഗെറ്റ് എ ജോബ് ഇൻ ദ ടെലിഗ്രാഫിക് ഓഫീസ്. അവനൊരു വർഷത്തെ ട്രെയിനിങ്ങോട് കൂടി ടെലിഗ്രാഫിക് ഓഫീസിൽ ജോലിക്കുള്ള എക്വിപ്ഡ് ആയ ആൾ. അറ്റ് 21 21 വയസ്സിൽ ഹി ഡാഷ് ദ ടെലിഗ്രാഫ് ഓഫീസ് ടു ഡിവോട്ട് ഓൾ ഹിസ് ടൈം ടു ബീങ് ആൻ ഇൻവെൻറ്റർ. ഒരു സയൻറ്റിസ്റ്റായി പല പരീക്ഷണങ്ങൾ നടത്തി പലതും കണ്ടെത്താനുള്ള ത്വരയിൽ അവന് 21 വയസ്സിൽ തന്നെ എന്ത് ചെയ്തു? ടെലിഗ്രാഫ് ഓഫീസും വിട്ടു. അറ്റ് 21 ഹി വിടുകയായിരുന്നു. എന്തായിരിക്കും? വിട്ടു അല്ലേ. അപ്പോൾ അതിനെന്താണ് ആൻസർ? ലെഫ്റ്റ് ദ ടെലിഗ്രാഫ് ഓഫീസ് ടു ഡിവോട്ട് ഓൾ ഹിസ് ടൈം ടു ബീങ് ആൻ ഇൻവെൻറ്റർ. ഹി ഡാഷ് ഓൺ to invent the electric bulb, the phonograph and the movie camera, phonograph, electric bulb ഇതൊക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇതെല്ലാം കണ്ടെത്തി. ഹി ഡാഷ് വെൻ്റ് ഓൺ എന്നായിരിക്കുമോ? വാസ് ലീവിങ് എന്നാണ് ഇവിടെ രണ്ട് ഉത്തരങ്ങളുള്ളത്. ഹി വാസ് ലീവിങ് ഓൺ ടു ഇൻവെൻറ്റ് എന്നായിരിക്കുമോ? അതൊരിക്കലും അർത്ഥം തന്നെ അവിടെ യോജിക്കുന്നില്ല. ഹി വെൻ്റ് ഓൺ തുടർന്നു എന്നാണ്. വെൻ്റ് ഓൺ, ഗോ ഓൺ എന്ന് പറഞ്ഞാൽ തുടരുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഹി വെൻ്റ് ഓൺ തുടർന്നു ടു ഇൻവെൻറ്റ് കണ്ടെത്തുന്നതിലേക്ക്. എന്തൊക്കെ? ഇലക്ട്രിക് ബൾബ്, ഫോണോഗ്രാഫ്, മൂവി ക്യാമറ. അപ്പോൾ ഇവിടെ അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കി നിങ്ങളുടെ ആൻസർ നമ്മൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. എന്നൊരു വീഡിയോ ബാക്കി കാണുക. ഇനി ടെൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ബി പാർട്ടും കൂടി അതിലുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് ടെൻസ് ഫോംസ് ഓഫ് ദ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞ ഷേഗർ ഡാഷ് നൗ വിത്ത് ദ ജാനഡു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഭാഗം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ടെൻസ് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ മോഡലാക്കിക്കൊണ്ട് കുറച്ച് എക്സാമ്പിളുകൾ ആദ്യം നിങ്ങൾക്ക് തരികയാണ്. ഈ എക്സാമ്പിളുകൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. നിങ്ങളുടെ ആൻസർ നിങ്ങളൊന്ന് നോട്ടിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ റെഫറൻസിന് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി നിങ്ങളിപ്പോൾ ഈ കേൾക്കുമ്പോൾ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉത്തരം നിങ്ങളൊന്ന് എഴുതി വെക്കുക. പിണറായി വിജയൻ ഡാഷ് ആസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള സിൻസ്
25 മെയ് 2016. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 2016 മെയ് 25 മുതൽ സേവനം ചെയ്തു വരുന്നു. സെർവിങ് ആണോ, സെർവ്ഡ് ആണോ, ഹാസ് ബീൻ സെർവിങ് ആണോ? ഉത്തരം എന്താണ്? ഉത്തരം സെർവ്ഡ് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് സൂചിപ്പിക്കുന്നതായിരിക്കും. ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ കാലത്താണോ മുഖ്യമന്ത്രി ആയത്? അല്ല, മുമ്പെങ്ങോ തുടങ്ങി ഇപ്പോഴും മുഖ്യമന്ത്രി തന്നെയാണ്, അല്ലേ? അപ്പോൾ എന്തായാലും സെർവ്ഡ് അല്ല. പിന്നെ സെർവിങ്, വെറും സെർവിങ് എന്നാണെങ്കിൽ വെറും സെർവിങ് എന്ന് വരില്ല. ഞാൻ പറഞ്ഞു ബി ഫോം ഏതെങ്കിലും ഒന്ന് അതിൻ്റെ കൂടെ അതിൻ്റെ മുമ്പിലായിട്ട് വരണം. അപ്പോൾ സെർവിങ് എന്നും അല്ല. പിന്നുള്ളത് ഏതാണ്? ഹാസ് ബീൻ സെർവിങ് എന്നുള്ളതാണ്. ഹാസ് ബീൻ സെർവിങ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതിന് ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലി ഇതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് വിളിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് മുൻകാലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയം മുതൽ ചെയ്തു വരുന്നൊരു പ്രവർത്തനം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സെൻസിൽ വരുന്ന പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുമ്പോഴാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഹാസ് ഓർ ഹാവ് കഴിഞ്ഞ് ബീൻ, ബീയുടെ രൂപമാണ് ബീൻ എന്നുള്ളത്, പ്ലസ് ING ഫോം ഓഫ് ദി വേർബ്. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ എന്താണ്? കൃഷ്ണപ്രിയ ഡാഷ് തിരുവനന്തപുരത്ത് നെക്സ്റ്റ് വീക്ക്. ഇത് പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും ഉത്തരം എഴുതാൻ. എന്തായിരിക്കും ഉത്തരം? കൃഷ്ണപ്രിയ തിരുവനന്തപുരം അടുത്ത ആഴ്ച സന്ദർശിച്ചു എന്ന് പറയുമോ? അടുത്ത ആഴ്ച സന്ദർശിച്ചു എന്ന് പറയുമോ? ഇല്ല. എന്തായിരിക്കും? സന്ദർശിക്കും എന്നായിരിക്കും. അപ്പോൾ സന്ദർശിക്കും എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ സെൻസ് കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? വിൽ ഓർ ഷാൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഉത്തരം എന്താണ്? വിൽ വിസിറ്റ്. നെക്സ്റ്റ് വൺ എന്താ? ദ പ്രിൻസിപ്പൽ ഓഫ് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ. ഇപ്പോൾ പത്രത്തിലൊക്കെ ന്യൂസായിട്ട് വന്നിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇപ്പോൾ വളരെ റീസെൻ്റായാണ്, വളരെ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ്? ദ പ്രിൻസിപ്പൽ ഓഫ് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ ഡാഷ് ടു റിസൈൻ ഡ്യൂ ടു സം ഇൻറ്റേർണൽ ഇഷ്യൂസ് ഇൻ ദ കോളേജ്. കോളേജിലെ ചില പ്രത്യേക പ്രശ്നങ്ങൾ കാരണം രാജിവെക്കാൻ തീരുമാനിച്ചു. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചു. ഡിസൈഡഡ്, ഹാഡ് ഡിസൈഡഡ്, ഹാസ് ഡിസൈഡഡ്. ഏതായിരിക്കും? തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കേട്ടതനുസരിച്ച് എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഡിസൈഡഡ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. പക്ഷേ ഇവിടെ കൃത്യമായ സമയം പറയുന്നില്ല, എപ്പോഴാണ് ഡിസൈഡ് ചെയ്ത് എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അത്തരം കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടുള്ള ഹാസ് ഡിസൈഡഡ് എന്നുള്ളത്. സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന സമയത്ത് തീരുമാനിച്ചു, ഇന്ന ഡേറ്റിൽ തീരുമാനിച്ചു, ഇന്ന മാസത്തിൽ, ഇന്ന വർഷത്തിൽ എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ദ ട്രെയിൻ ഡാഷ്, ട്രെയിന് പോയി, ഹാഡ് ലെഫ്റ്റ് പോയിട്ടുണ്ടായിരുന്നു, വാസ് ലെഫ്റ്റ്. ട്രെയിൻ വാസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോകപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്തായാലും ആരർത്ഥം വരില്ല, അത് പാസീവ് സ്ട്രക്ചറാണ്. അപ്പോൾ ലെഫ്റ്റ് ആണോ ഹാഡ് ലെഫ്റ്റ് ആണോ? രണ്ടും പാസ്റ്റ് തന്നെയാണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് ഒന്ന് സിമ്പിൾ പാസ്റ്റ് ആണ്, ഹാഡ് ലെഫ്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റും ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ കാലത്തെ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ, രണ്ടാമത്തത് ട്രെയിന് പോയി. ഇങ്ങനെ രണ്ട് പ്രവർത്തനങ്ങളുണ്ട്. രണ്ട് പ്രവർത്തനങ്ങൾ പാസ്റ്റിൽ നടന്നത് ഒരു സെൻറ്റൻസിൽ പറയുമ്പോൾ രണ്ടെണ്ണത്തിൽ ഒന്ന് ആദ്യം നടന്നിട്ടായിരിക്കും പിന്നെ മറ്റൊന്ന് നടക്കുക. അപ്പോൾ ആദ്യം നടന്നതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് സംഭവിച്ചതിനെ സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ചെന്നപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ഇനി ഇവിടെ ആ ക്വസ്റ്റ്യൻ ആൻസർ ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോട്ടിലേക്ക് എഴുതി വെക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായൊരു ലാംഗ്വേജിൽ ലെക്ചർ നോട്ട് പോലെ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകരിക്കും. എല്ലാവരും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് ടെൻസ് ഫോംസ് ഓഫ് ദ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ശേഖർ ഡാഷ് നൗ വിത്ത് ദ സാനഡു. സമയത്ത് സൂചിപ്പിക്കുന്ന വേർഡ്സ് ഓരോ സെൻറ്റൻസിലും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഗ്രാമാറ്റിക്കലി ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുമ്പോൾ ശേഖർ ഡാഷ് നൗ. ഇപ്പോൾ സാനഡുവിലാണ് ശേഖർ ഉള്ളത്, ഇപ്പോഴത്തെ കാര്യം പറയുന്നത്. അപ്പോൾ BE എന്നതിൻ്റെ പ്രസൻറ്റിലെ ഈ കോണ്ടെക്സ്റ്റിൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഈസ് എന്നാണ്. ശേഖർ ഈസ് നൗ വിത്ത് സാനഡു, എ ഗവൺമെൻറ് പബ്ലിക്കേഷൻ. ഗവൺമെൻറ് പബ്ലിക്കേഷൻ്റെ പേരാണത്.
ഹീ ഡാഷ് ഇറ്റ് എ ഇയർ എഗോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരുന്നു, ഇവിടെ ചോയ്സ് ഇല്ല. ഒരു വർഷം മുമ്പാണ് ഇദ്ദേഹം ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ജോയിൻ ചെയ്തു ഒരു വർഷം മുമ്പ് എന്നുള്ള സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പാസ്റ്റിൽ ഒരു കാര്യം നടന്നത് ഒരു പ്രത്യേക സമയത്ത് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെ എഴുതുക? സബ്ജക്റ്റ് പ്ലസ് സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് അല്ലെങ്കിൽ V2. അപ്പോൾ ജോയിൻ എന്നുള്ളതിൻ്റെ V2 എന്താണ്? ജോയിൻഡ്. ഹി ജോയിൻഡ് ഇറ്റ് എ ഇയർ എഗോ. സിൻസ് ദെൻ, അന്ന് മുതൽ, അവിടെ ജോയിൻ ചെയ്ത അന്ന് മുതൽ, ഹി ഡാഷ് ആർട്ടിക്കിൾസ് ഓൺ വേരിയസ് സബ്ജക്ട്സ്, വ്യത്യസ്ത വിഷയങ്ങളിലെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് മുതൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി, ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സേവനം ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ എടുക്കുക. മെയ് 25, 2016 മുതൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചത് എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ അതാണ് വേണ്ടത്. സിൻസ് ദെൻ ഹി ഹാസ് ബീൻ പബ്ലിഷിംഗ് ആർട്ടിക്കിൾസ് ഓൺ വേരിയസ് സബ്ജക്ട്സ്. അപ്പോൾ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇതിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 3ൻ്റെയും നിങ്ങളുടെ ആൻസർ ഒന്ന് എഴുതൂ. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ സ്വന്തം ആൻസർ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഫാസ്റ്റായിട്ട്, നമുക്കറിയാം ഗ്രാമർ ക്ലാസ് എടുക്കുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് വളരെ ലെങ്തി ആയി പോവും. പക്ഷേ ഗ്രാമർ ക്ലാസ് ഗ്രാമറിനെ കുറിച്ച് നിങ്ങൾക്കൊരു കൃത്യമായ ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഷാ പഠനത്തോടുള്ള എല്ലാ വിമുഖതയും മാറി ഇംഗ്ലീഷ് ഭാഷയെ നിങ്ങൾ പ്രേമിച്ചു തുടങ്ങും. അപ്പോൾ പ്രേമിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച, ഭാവിയിലാണ് ഹി ഡാഷ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഓണസ്റ്റ് ഇൻ പബ്ലിക് ലൈഫ്. പബ്ലിക് ലൈഫിൽ സത്യസന്ധരാവേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അടുത്ത ആഴ്ച. ഭാവിയാണ്, ഫ്യൂച്ചർ ടെൻസാണ്. അടുത്ത ആഴ്ച അദ്ദേഹം ആർട്ടിക്കിൾ എഴുതാൻ പോകുന്നത്. എന്തായിരിക്കും ഉത്തരം? കറക്റ്റ്. ഹി വിൽ റൈറ്റ്. സിമ്പിൾ ഫ്യൂച്ചറാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഡാഷ് റീച്ച് സ്കൂൾ എ ലിറ്റിൽ ലേറ്റ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ വൈകി എത്തി എന്നായിരിക്കുമോ, എത്തുക എന്നായിരിക്കുമോ, എത്തും എന്നായിരിക്കുമോ? എത്തി. പാസ്റ്റാണ്. പാസ്റ്റിലെ സമയം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീച്ച് എന്നുള്ളതിൻ്റെ ഏത് ഫോം അവിടെ യൂസ് ചെയ്യേണ്ടത്? ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പാസ്റ്റ്. ഐ റീച്ച്ഡ്. ഇനി എന്താണ്? മൈ ഫ്രണ്ട് ഡാഷ് ദെയർ ഫോർ മീ. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ ഡാഷ്. എന്തായിരിക്കും? കഴിഞ്ഞ എക്സാമ്പിൾ ഓർമ്മ ഉണ്ടോ? അലൻ്റെ വീട്ടിൽ അനന്ത് പോയപ്പോൾ അലൻ എന്താ ചെയ്തിരുന്നത്? ഡ്രസ്സ് വാഷ് ചെയ്യുകയായിരുന്നു. ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ മൈ ഫ്രണ്ട് എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താണ് അവിടുത്തെ എക്സാമ്പിളിൻ്റെ ഫസ്റ്റ് നമ്മൾ തന്ന എക്സാമ്പിളിൻ്റെ ആൻസർ എങ്ങനെ എഴുതി? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. മൈ ഫ്രണ്ട് വാസ് വെയിറ്റിംഗ് ദെയർ ഫോർ മീ. ഹി ഓർ ഷീ, മൈ ഫ്രണ്ട് ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഹി ഓർ ഷീ എന്ന് കൊടുത്തിരിക്കുന്നത്. ഡാഷ് സേ ദാറ്റ് ഹി ഓർ ഷീ ഡാഷ് ദെയർ ഫോർ ഹാഫ് ആൻ അവർ. അവിടെ ചെന്നപ്പോൾ അവനവിടെ അരമണിക്കൂറിലധികമായി എന്നെ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അല്ലേ? ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ചാണ്, നമ്മളിനി അടുത്ത സെഷനിൽ ചെയ്യുന്നുണ്ട്. ഹി പറഞ്ഞു എന്നാണ് പറയേണ്ടത്. അപ്പം എന്തായിരിക്കും? സെഡ് ദാറ്റ് ഹി ഡാഷ് അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഫോർ ഹാഫ് ആൻ അവർ, അരമണിക്കൂറായിട്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ന സമയം മുതൽ കാത്തു നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇത്ര സമയമായി, ഇത്ര മണിക്കൂറായി, ഇത്ര ദിവസമായി, ഇത്ര വർഷമായി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഇത് പാസ്റ്റിൽ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അർത്ഥത്തിൽ പ്രസൻറ്റിൽ പറഞ്ഞൊരു സെൻറ്റൻസിനെ പാസ്റ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാവും. ഇവിടെ ശരിക്കും പറയുന്നത് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ഹാഫ് ആൻ അവർ എന്ന അവൻ്റെ പ്രയോഗത്തെ, അവൻ്റെ സെൻറ്റൻസിനെയാണ് റിപ്പോർട്ട് ചെയ്ത് ഇവിടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ വെയിറ്റിംഗ് ദെയർ ഫോർ ഹാഫ് ആൻ അവർ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ബേസിക്സ് ഇല്ലാത്ത ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞോളന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് അങ്ങനത്തെ ബേസിക്സ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.
അപ്പോൾ അത്തരത്തിലുള്ള ബേസിക്സിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോസ് നമുക്ക് ചെയ്യാം. ഇത്ര ലെങ്തി അല്ലാത്ത വീഡിയോസ് ഒരു പോയിന്റ് മാത്രം ഒരു വീഡിയോയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത എക്സാമ്പിൾ എന്താണ്? യെസ്റ്റർഡേ ഡാഷ് ഹോം ഓൺലി ആഫ്റ്റർ ദേ ഡാഷ് ദെയർ വർക്ക്. ഇന്നലെ അവർ വീട്ടിലേക്ക് പോയത് അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടായിരുന്നു. ഇന്നലെ നടന്ന 2 കാര്യങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, അവർ വീട്ടിലേക്ക് പോയി, 2 വർക്ക് ഫിനിഷ് ചെയ്തു. രണ്ടും പാസ്റ്റിലെ കാര്യങ്ങളാണ്. നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോയി, ട്രെയിന് പോയി, 2 പ്രവർത്തനങ്ങൾ നടന്നു. അതിൽ ആദ്യം നടന്നതിന് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നതിന് സിമ്പിൾ പാസ്റ്റിലും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ആദ്യം നടന്നത്? അവർ വർക്ക് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ആദ്യം നടന്നത്. എന്നിട്ടാണ് അവർ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ആദ്യം നടന്നതിന് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. അപ്പോൾ ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. രണ്ടാമത് നടന്നതിന് സിമ്പിൾ പാസ്റ്റിലും പറയണം. അതേതാണ്? അവർ വീട്ടിൽ പോയി. ദേ ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്താണ്? വെൻറ്റ്. ദേ വെൻറ്റ് ഹോം. ബട്ട് ടുഡേ എന്നാൽ ഇന്നത്തെ കാര്യം എങ്ങനെയാണ്? ദേ ജസ്റ്റ് ഡാഷ് ഡിസൈഡ്. ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ത്? തീരുമാനത്തിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സമയത്ത് തീരുമാനിച്ചല്ല, ഇപ്പോഴത്തെ തീരുമാനമാണ്. ഇങ്ങനെ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് എടുത്തൊരു സംഭവം, ഒരു തീരുമാനം, ഒരു പ്രവർത്തനം, അത്ര സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാസ് ഓർ ഹാവ്. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറലാണോ എന്ന് നോക്കിയിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കും, പ്ലസ് V3. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്ലൂറലാണ്, ദേ. അപ്പോൾ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ദേ ഡാഷ് ആഫ്റ്റർ 5 o'clock നോട്ട് വർക്ക്. 5 മണിക്ക് ശേഷം അവർ ജോലി ചെയ്യില്ല എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 5 മണിക്കത്തെ കാര്യമാണ് പറയുന്നത്. അത് വരാൻ പോകുന്ന കാര്യമാണ്, ഫ്യൂച്ചറാണ്. അപ്പോൾ ഫ്യൂച്ചർ ആകുമ്പോൾ എന്തായിരിക്കും? ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യണം. ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുമ്പോൾ വിൽ ഓർ ഷാൾ പൊതുവേ വരും. അല്ലാത്ത രീതിയിലും പറയാം. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ പറയാം, ദേ വിൽ നോട്ട് വർക്ക്. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ദാറ്റ് ദേ വിൽ നോട്ട് വർക്ക് ആഫ്റ്റർ 5 o'clock. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ലാംഗ്വേജ് പ്രാക്ടീസിലെ ഒരു പാർട്ട് മാത്രം, ടെൻസിനുമായി ബന്ധപ്പെട്ട മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇനി റിപ്പോർട്ട് സ്പീച്ച് വേറുണ്ട്, പാസീവ് വോയിസ് വേറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ നൽകുന്ന റെസ്പോൺസിനനുസരിച്ചിട്ട് താല്പര്യം ഉള്ള കുട്ടികൾക്ക് നമുക്ക് പ്രത്യേകം തയ്യാറാക്കി നൽകാം. എന്തായാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ആൻസറുകൾ ഈ വീഡിയോയിലൂടെ അടുത്ത സെഷനിലായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. തുടർ ക്ലാസ്സുകൾ ഗ്രാമറിനെ മാത്രം ബേസ് ചെയ്തിട്ട്, ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടല്ല, ഗ്രാമറിൻ്റെ പാഠഭാഗങ്ങൾ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്